ആളും തരവും കണ്ട് പെരുമാറാൻ മിടുക്കിയ അവള്. അപ്പുവിനെ ആര്യ വശീകരിക്കുമെന്നോ നിന്റെ താലി അവൾ അറുക്കുമെന്നോ അല്ല, അത്രയ്ക്ക് ഭയക്കുന്നത് എന്തോ അവൻ അവളോട് ചെയ്തിട്ടുണ്ട്. എല്ലാം അനുഭവിച്ചതോ അമ്മ? എന്നിട്ടും അമ്മയ്ക്ക് കോംപ്രമൈസ് വേണല്ലേ? മോളെ, മനസമാധാനം പോയില്ലേ? എങ്ങനെ പോകാതിരിക്കും? ആരുടെ മുന്നിലും കൂസാത്ത, ആരുടെ വാക്കുകൾക്ക് മുന്നിലും പതറാത്ത ലക്ഷ്മിയച്ചയാ അവളിപ്പോ പടിയിറക്കിയിരിക്കുന്നത്. അതിനെന്താ, ഉർവശി ശാപം ഉപകാരമായി എന്ന് കരുതുക. ലക്ഷ്മി നിനക്കെന്നും വേദന തന്നെ ആയിരുന്നില്ലേ? സ്നേഹത്തോടൊന്നും മിണ്ടുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? നിന്നെ തറവാട്ടിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ അവൾ ശ്രമിച്ചപ്പോ അവളെ മെരുക്കാൻ മറ്റൊരാൾ വന്നു. ഈ സംഭവത്തെ അങ്ങനെ കണ്ടാ മതി. എനിക്കിതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ലച്ചാ. ഇന്ന് ലക്ഷ്മിയച്ചി, നാളെ അവരുടെ ഗതി എനിക്കാവും. അപ്പുവേട്ടിനെ അവളെ സ്വന്തം വരുതിയിലാക്കി ചോര കുടിക്കും. നമ്മൾ കരുതുന്നത് പോലെ ഒരു പെണ്ണാണ് ആര്യെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. ഇതൊക്കെ അവളുടെ ഒരു നമ്പരാ. ആളും തരവും കണ്ട് പെരുമാറാൻ മിടുക്കിയ അവള്. രാമകൃഷ്ണന്റെ സ്വഭാവം വന്ന മാത്രയിൽ തന്നെ അവൾക്ക് മനസ്സിലായി. പിന്നെ അവന്റെ ബലഹീനത മുതലെടുത്ത് അവനോട് സ്നേഹം ഭാവിച്ചു. പൊട്ടനാട്ടം കാണുന്നത് പോലെ അവൻ അവളുടെ പിറകെ നടക്കുകയും ചെയ്തു. സുന്ദരിയായ ഒരു പെണ്ണിന്റെ സാമീപ്യം കൊതിച്ച് രാമകൃഷ്ണൻ ആര്യയുടെ കൂടെ നടന്നിട്ടുണ്ടെന്നല്ലാതെ അതിനപ്പുറം ഒന്നും ഉണ്ടായി കാണില്ല. അത്രയ്ക്ക് തരം താഴ്ന്നവളല്ല ആര്യ. എന്തോ അവളുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. അത് നിന്റെ മാത്രം ചിന്തയല്ല, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ. ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോ അപ്പുവിനെ ആര്യ വശീകരിക്കുമെന്നോ നിന്റെ താലി അവൾ അറുക്കുമെന്നോ അല്ല, അപ്പു അവളോട് എന്ത് ക്രൂരത കാട്ടിയെന്നാ. ഒരു പെണ്ണ് ആരോഗ്യവും തൻ്റെ ഇടവുമുള്ള ഒരാണിനെ സ്വന്തം കൈവെള്ളയിലിട്ട് കറക്കണമെങ്കിൽ ഉറപ്പാണ് അത്രയ്ക്ക് ഭയക്കുന്നത് എന്തോ അവൻ അവളോട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ആവാത്തൊരു തെറ്റ്. ഡോക്ടർ ശ്യാമോന്റെ വീടല്ലേ? അതെ. ആളുണ്ടോ? ഉണ്ട്, കുളിക്കുക. ആരാ മനസ്സിലായില്ല? ഞാൻ അഡ്വക്കേറ്റ് രഘുനന്ദനൻ, ഡോക്ടർ ഗായത്രിയുടെ അഡ്വക്കേറ്റാ. വരൂ, ഇരിക്കൂ. ഡോക്ടർ ഗായത്രി ഇന്നലെ വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നു, വിശേഷവും പറഞ്ഞു. ഒപ്പിടാനുള്ള പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? നിങ്ങൾ എന്നോട് നീരസം കാട്ടിയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. സാറിന്റെ ഡ്യൂട്ടിയെ ആരും തടസ്സപ്പെടുത്തുന്നില്ല. എന്നാലും ഒരമ്മയുടെ ആദ്യം വേദനയും കൊണ്ട് ചോദിക്കുക, ഈ പ്രശ്നത്തിന് ഡൈവോഴ്സ് അല്ലാതെ മറ്റു പരിഹാരമൊന്നുമില്ലേ? മറ്റൊന്നും കൊണ്ടല്ല, ഞാനും ശ്യാമിന്റെ അച്ഛനും കൂടെ കണ്ടെത്തിയ പെണ്ണാ ഗായത്രി. ഒരുപാട് പ്രതീക്ഷയോടെ വളരെ ആർഭാടമായി നടത്തിയ വിവാഹം അവരുടേത്. അവര് രണ്ടായി പിരിഞ്ഞതില് വിഷമമുണ്ട്. ഈ വിഷയത്തിൽ ഡോക്ടർ ഗായത്രി പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. നിങ്ങളുടെ വശം എനിക്കറിയില്ല. അതുകൊണ്ട് തൽക്കാലം ഡോക്ടർ ഗായത്രിയുടെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. എന്താ, അങ്ങനെയല്ലേ വേണ്ടത്? ആ മോനെ, ഇത് അഡ്വക്കേറ്റ് രഘുനന്ദനൻ, ഗായത്രിയുടെ അഡ്വക്കേറ്റാ. ഓ, ഡോക്ടറുടെ അമ്മ ഒരു കോംപ്രമൈസിനെ പറ്റി പറയുകയായിരുന്നു. എന്ത് കോംപ്രമൈസ്? ഡോക്ടറും ഡോക്ടർ ഗായത്രിയുമായി ഇരിക്കൂ. ഞാൻ ഈ കാര്യത്തിൽ നിസ്സഹായനാണ്. വേണമെങ്കിൽ കോടതിയിൽ വെച്ചൊരു ചർച്ചയാവാം. രണ്ടാളും വില്ലിംഗ് ആണെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കാണാവുന്നതേ ഉള്ളൂ. മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്, എടുത്തോളൂ.
കോടതിയിലെന്നല്ല, എവിടെയായാലും ശരി ഇതിനൊരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അതാണ് ഡിവോഴ്സ്. ഞാനിത് വളരെ നേരത്തെ ആഗ്രഹിച്ചതാ. പക്ഷേ എന്തുകൊണ്ടോ ഞാനായിട്ട് അത് തുടങ്ങി വച്ചില്ല. ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു നല്ല കാര്യം ചെയ്യാൻ തോന്നിയ ഗായത്രിയോട് എന്നെ നന്ദി അറിയിച്ചേക്കും. പിന്നെ അമ്മ പറയുന്നത് അത് വക്കീൽ കാര്യാക്കണ്ട. മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അമ്മയുടെയും വികാരം അതാ അമ്മയിൽ കണ്ടത്. ഡോക്ടർ ഗായത്രിയുടെയും സ്റ്റാൻഡ് ഇത് തന്നെയാണ്. അവരും ഡിവോഴ്സിനായി സമ്മർദ്ദം ചെലുത്തുകയാണ്. അതിൽ അത്ഭുതമില്ല. അവരുടെ ടേസ്റ്റിനെ പറ്റി ആളെ കണ്ടെത്തിയിട്ടുണ്ടാവും. അവരുടെ കൂടിച്ചേരലിനിടയിൽ ഞാനൊന്നും തടസ്സം പാടില്ലല്ലോ. ആരുടെയൊക്കെയോ കാഴ്ചപ്പാടിൽ സംഭവിച്ചു പോയപ്പോഴും അതാണ് ഞാനും ഗായത്രിയുമായുള്ള ഒന്നാവൽ. എത്രയും വേഗം അതിനൊരു അവസാനം ഉണ്ടായേ പറ്റൂ. നിങ്ങൾക്കൊരു കുട്ടിയില്ലേ? നിങ്ങൾക്കല്ല, എനിക്കൊരു കുട്ടിയുണ്ട്, അമ്മു. അവൾ എൻ്റെ മാത്രം കുട്ടിയായി വളരുന്നു. ഇനിയുള്ള കാലവും അവൾ അങ്ങനെ തന്നെ വളരും. അതാ അവൾക്കും ഇഷ്ടം. ആ ഒരു കാര്യത്തിൽ മാത്രം അനാവശ്യമായ വാശിയും അവകാശവും പാടില്ല എന്ന് ഗായത്രിയോട് പറഞ്ഞേക്കണം. എൻ്റെ മോളുടെ കാര്യത്തിൽ മാത്രം ഞാൻ സ്വാർത്ഥനാ. ഓക്കെ ശ്യാം, ഞാൻ ഇറങ്ങുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാം അറിയാം അമ്മയ്ക്ക്. എല്ലാം അനുഭവിച്ചതും അമ്മ. എന്നിട്ടും അമ്മയ്ക്ക് കോംപ്രമൈസ് വേണമല്ലേ? എന്തിനാ അത്? അവളുടെ ആജ്ഞയ്ക്ക് അട്ടഹാസത്തിനിടയിൽ കിടന്ന് മോനും കൊച്ചുമോളും വെന്തുരുക്കുന്നത് കാണാനോ? അതോ നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന എന്റെ മോളെ അവൾ സ്വന്തമാക്കാനുള്ള അവസരം ഒരുക്കാനോ? വേണ്ടമ്മേ. നമ്മൾ അറിയാത്തവളെ, നമ്മളെ മനസ്സിലാക്കാത്തവളെ നമുക്കും വേണ്ട ഒരിക്കലും. ശ്യാമേട്ട, ഡിവോഴ്സ് പെറ്റീഷൻ സൈൻ ചെയ്ത് കൊടുത്തു അല്ലേ? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരായിരുന്നു? എന്ത്? അല്ല, അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. അമ്മയുടെ വിഷമാണ് നിൽക്കട്ടെ. ഓർമ്മകളുടെ കാര്യം പറഞ്ഞാൽ മതി. അമ്മയുടെ അഭിപ്രായം തന്നെ എനിക്കും. ഒരു ഒത്തുതീർപ്പാവാമായിരുന്നു. എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കുന്നത് ശരിയല്ല ശ്യാമേട്ട. ഇപ്പൊ ഈ മ്യൂച്വൽ പെറ്റീഷനുമായി അഡ്വക്കേറ്റിനെ വിട്ടതാരാ? അത് പറയൂ. അത് ഡോക്ടർ ഗായത്രിയാ. ആണല്ലോ. കല്യാണം കഴിഞ്ഞ നാൾ മുതൽ പീഡനം തുടങ്ങിയതാ. വൃത്തികെട്ട സംസ്കാരം എന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതാ. സുമംഗലിയാണെന്ന് അറിയാതിരിക്കാൻ നെറ്റിയിൽ സിന്ദൂരിടില്ല. ക്ലബിലും മറ്റും പോകുമ്പോൾ താലിമാല പോലും ഒഴിവാക്കും. എന്തിന്? ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് പറയാൻ പോലും മടിയായിരുന്നു അവൾക്ക്. ഹസ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ഓമനപ്പേരിൽ എന്നെ വിളിക്കും. അതാണ് ഞങ്ങൾ ഭാര്യയും ഭർത്താവാണ് അറിയിക്കുന്ന ഏക വീട്. എന്നിട്ടും ഞാൻ ഡിവോഴ്സ് മൂവ് ചെയ്തില്ല. അതിനും അവൾ തന്നെ തുടക്കമിട്ടത്. എന്നിട്ട് ഞാൻ ഇനിയൊരു ഒത്തുതീർപ്പിന് തയ്യാറാണോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞത്. മനസ്സിലായി. എനിക്കൊരു മോളുണ്ട്, അമ്മു. അവളൊരു പെൺകുഞ്ഞാ. അവൾക്ക് വേണ്ടി ഞാനൊരു ഭാരം എടുത്ത് തലയിൽ വെക്കണം. ശരിയല്ലേ? ഊർമിളെ, താനിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അമ്മയും ഒപ്പം കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ചുമതല തനിക്കുണ്ട്. അതിനിടയിൽ വെറുതെ ഇത്ര ഇഷ്യൂസിലൊന്നും ഇടപെടണ്ട. ഇക്കാര്യത്തിൽ ആർക്കും എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാനാവില്ല. അങ്ങനെ ചെയ്യുന്നവരൊക്കെ എൻ്റെ ശത്രുപക്ഷത്തെ ഞാൻ കാണും.
അത്രയ്ക്ക് വെറുപ്പാ അറപ്പാ എനിക്ക് അവളെ. ഓർമ്മളെ, സോറി. വിഷയം ഇതായതുകൊണ്ടാ ഞാൻ ഇമോഷണൽ ആയത്. ഐ എം സോറി. അല്ല, ഇതൊരു അച്ഛനാ. എന്താ ഈ വഴിക്കൊക്കെ? എനിക്ക് രാമകൃഷ്ണൻ ഒന്ന് കാണേണ്ട അയ്യോ, ആവശ്യം. ഏട്ടനോട് ഇല്ല. എവിടെ പോയി? ഇവിടുന്ന് താമസമൊക്കെ മാറി. ഇപ്പൊ ഏട്ടത്തിന്റെ വീട്ടിലെ അല്ല, അതെന്താ ഇത്ര പെട്ടെന്ന്? കാര്യങ്ങള് അച്ഛനും കൂടി അറിയാവുന്ന തന്നെ. ഏട്ടനൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ആര്യയുടെയും രാമകൃഷ്ണേട്ടന്റെ ബന്ധത്തെ പറ്റി പറഞ്ഞ് ഏട്ടത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒടുവിൽ കോംപ്രമൈസ് എന്നുള്ള നിലയിലാ മാറി താമസിക്കാമെന്ന് ഏട്ടൻ സമ്മതിച്ചത്. മുഴുവൻ പഴിയും എന്റെ പേരില. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ അറിയാലോ എന്റെ അവസ്ഥ. ഈ രണ്ടു വശവും തൽക്കാലം എനിക്ക് നോക്കിയല്ലേ പറ്റൂ. അച്ഛൻ ഒത്തിരി നേരമായോ വന്നിട്ട്? ഇപ്പൊ എത്തിയേ ഉള്ളൂ. ഞാൻ തന്നെ കണ്ടില്ലെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കായിരുന്നു. മുറിയിലിരിക്കായിരുന്നു. ഓ. എന്താ അച്ചായ വിശേഷിച്ച്? എനിക്ക് രാമകൃഷ്ണനെ ഒന്ന് കാണണമായിരുന്നു. ഓ, അല്ല, നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, അന്ന് രാമകൃഷ്ണ സംഭവത്തിലെ പരിചയമാ. ഓ, ശരിയാ. അതിലെ കൂട്ടുപ്രതികളല്ലേ, ഞാനതൊക്കെ മറന്നു. പിന്നെ താൻ ഇത് കൊട്ടിക്കൊഴിച്ച് കുടുംബക്കാരെ മുഴുവൻ അറിയിക്കണ്ട. അല്ല, രാമകൃഷ്ണൻ അവിടെ ഉണ്ടാവോ? അറിയില്ല, ഉണ്ടാവാനാണ് സാധ്യത. ഓ, ഏതായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. ശരിയപ്പോ. ആര്യ, ബൈ.